വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ദേവൂസ് ലൈഫ് സ്റ്റൈലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് വിഷുവിന്റെ ഒരു സ്പെഷ്യൽ സിമ്പിൾ മേക്ക് ഓവറുമായിട്ടാണ്. നമ്മൾ വിഷുവിന് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള നമ്മുടെ കയ്യിലുള്ള മേക്കപ്പ് പ്രോഡക്ട്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മേക്കപ്പ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യമേ തന്നെ എല്ലാവർക്കും എന്റെ വിഷുദിനാശംസകൾ. അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഞാൻ ആദ്യം മോയ്സ്ചറൈസർ ആയിട്ട് എടുത്തിരിക്കുന്ന അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് നല്ല ഫേസിൽ നന്നായിട്ട് എല്ലായിടത്തും ഡോട്ട് ആയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ലാക്മിയുടെ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഫേസിൽ ഡോട്ട് ആയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതും കൈകൊണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. സൺസ്ക്രീൻ മാക്സിമം നമ്മൾ കൂടുതൽ ഇടണം, കാരണം വെയിലത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ ടാൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്കിൻ കാണുന്ന ഭാഗത്തെല്ലാം സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കളർ കറക്റ്ററായിട്ട് ഞാൻ എല്ലേകളിൻ്റെ കളർ കറക്റ്ററാണ് എടുത്തിരിക്കുന്നത്. കാരണം പുള്ളിക്കാരുടെ ഫേസിൽ നന്നായിട്ട് പിമ്പിൾസ് വന്നിട്ടുള്ള ധാരാളം പാടുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കളർ കറക്റ്റർ ഉപയോഗിച്ചിട്ട് വേണം കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ എനിക്കൊരു പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ക്യാമറ ഫോക്കസ് ഔട്ടായിപ്പോയി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പിമ്പിൾസിൻ്റെ പാടുകളൊന്നും കാണാൻ പറ്റാത്തത്. അപ്പം ഞാൻ അതിലൊക്കെ കറക്റ്റായിട്ട് കളർ കറക്റ്റർ ഉപയോഗിച്ചിട്ട് ആ പിമ്പിൾസിൻ്റെ മാർക്സ് മാക്സിമം ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഡാബ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിനുശേഷം സിസ് ബ്യൂട്ടിയുടെ കൺസീലർ ഉപയോഗിച്ചിട്ട് ഈ കളർ കറക്റ്റർ ചെയ്ത ഭാഗത്തെല്ലാം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ണിൻ്റെ മുകളിലും നന്നായിട്ട് കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ബ്ലെൻഡിങ് കറക്റ്റ് ആയില്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് പാച്ച് വരും. അതിനുശേഷം ലാക്മിയുടെ ലിക്വിഡ് ഫൗണ്ടേഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഫേസിൽ ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അത് ഞാൻ ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ മേക്കപ്പ് ചെയ്യുമ്പോൾ ഫേസ് മാത്രം നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ ഈ കഴുത്തിൻ്റെ ഭാഗമൊക്കെ നമ്മൾ നന്നായിട്ട് നമ്മുടെ ഫേസിൽ ഇടുന്നതിൻ്റെ അത്ര ഇട്ടില്ലെങ്കിലും കുറച്ച് അങ്ങോട്ടും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ കഴുത്തിന് വേറെ കളറാവും, ഫേസിന് വേറെ കളറാവും. പിന്നെ ലാക്മിയുടെ റേഡിയൻറ്റ് കോമ്പാക്ട് പൗഡർ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഫേസിലും നെക്കിലും ഒക്കെ കോമ്പാക്ട് പൗഡർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാം. അതിനായിട്ട് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐബ്രോ കിറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പുള്ളിക്കാരി ഇച്ചിരി ഫെയർ ടോൺ ആയതുകൊണ്ട് പുള്ളിക്കാരുടെ ഫേസിന് നമുക്ക് ഒരുപാട് ഡാർക്കായിട്ടുള്ള പുരികം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് തന്നെ ഞാൻ ലൈറ്റായിട്ട് പുരികം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ബ്രൗൺ ഷെയ്ഡ് എടുക്കുകയെന്ന് വെച്ചാൽ ഒരുപാട് അത് ആർട്ടിഫിഷ്യലായിട്ട് എനിക്ക് ഫേസിൽ തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ ബ്ലാക്ക് ഷെയ്ഡ് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം ഹുദാ ബ്യൂട്ടിയുടെ ന്യൂഡ് ഐഷാഡോ പാലറ്റിൽ നിന്നും സീക്രട്ട് എന്നുള്ള എൻ്റെ ഫേവററ്റ് ഷെയ്ഡാണ്. ആ ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ ക്രീസിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്രത്തോളം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുമോ അത്രത്തോളം നമ്മുടെ മേക്കപ്പ് നന്നായിട്ട് ഫിനിഷായിട്ട് കിട്ടും. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ പാച്ച് വീഴും. ഓൾറെഡി നമ്മുടെ സ്കിന്നിൽ നമുക്ക് കണ്ണിൻ്റെ താഴെയൊക്കെ ഇങ്ങനെ ലൈൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് എടുത്തില്ലെങ്കിൽ അവിടെയൊക്കെ നന്നായിട്ട് പാച്ച് വീഴും. അതിനുശേഷം ഹുദാ ബ്യൂട്ടിയുടെ ഒരു കളർ ഷെയ്ഡുള്ള ഒരു പാലറ്റിൽ നിന്നും ഒരു ഷിമറി ഷെയ്ഡ്, അതായത് ഈ സീക്രട്ടിൻ്റെ സെയിം ഷെയ്ഡുള്ള ഒരു ഷിമറി ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ കണ്ണിൻ്റെ മേൾഭാഗത്ത് നന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. കൈകൊണ്ട് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇന്നർ കോർണറിൻ്റെ അവിടെയും മിഡിൽ ഭാഗം വരെ, ഇന്നർ കോർണറിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് മിഡിൽ ഭാഗം, കണ്ണിൻ്റെ മിഡിൽ ഭാഗം വരെ നന്നായിട്ട് കൈകൊണ്ട് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ബ്രഷ് എടുത്തിട്ട് ഇത് രണ്ടും കൂടെ, അതായത് നമ്മൾ നേരത്തെ ചെയ്ത ഐഷാഡോയും ഈ ഷിമറി ഷെയ്ഡും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. രണ്ട് കണ്ണിൽ അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഹുദാ ബ്യൂട്ടിയുടെ തന്നെ നേരത്തെ എടുത്ത കളർ പാലറ്റിൽ നിന്നും 24K എന്നുള്ളൊരു ഷെയ്ഡ് എടുത്തിട്ട്, അത് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡാണ്, അതെടുത്തിട്ട് കണ്ണിൻ്റെ മിഡിൽ ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഇന്നർ കോർണറിലേക്കും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്.
അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കണ്ണിനൊരു വലിപ്പം തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. പുള്ളിക്കാരുടെ കണ്ണ് അത്ര വലിയ കണ്ണല്ല, ഒരു മീഡിയം കണ്ണാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഐക്കോണിക് കാജൽ ഉപയോഗിച്ചിട്ട് കണ്ണിൻ്റെ മേളിലും താഴെ നന്നായിട്ടൊന്ന് എഴുതി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ന്യൂഡ് ഐഷാഡോ പാലറ്റിൽ നിന്നും സീക്രട്ട് എന്നുള്ള സെയിം ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ താഴ്ഭാഗം നമുക്കൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കണ്ണിന് വലിപ്പം തോന്നിക്കാൻ നമ്മളെ സഹായിക്കും. അതിനുശേഷം നമുക്ക് ലാക്മിയുടെ ഐലൈനർ ഉപയോഗിച്ച് കണ്ണൊന്ന് നന്നായിട്ട് എഴുതി കൊടുക്കാം. കണ്ണിൻ്റെ ഈ ഇന്നർ കോർണറിൽ ഞാനിങ്ങനെ ഒരു കോണ് കൊടുക്കുന്നുണ്ട്. അതായത് മേൽഭാഗവും താഴ്ഭാഗവും നന്നായിട്ടൊന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൂർപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ലിപ്പ് മേക്കപ്പിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം ലിപ്പ് ഒന്ന് ലൈൻ ചെയ്തെടുക്കുകയാണ്. ഈ ലൈനർ ഞാൻ ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച ലൈനറാണ്. നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ളത് ഐബ്രോ പെൻസിലാണ്. നല്ല സൂപ്പറാണ്. കുറേ നാൾ ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. തീരുന്നതനുസരിച്ച് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് ലിപ്സിൽ ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ബ്ലൂ ഹെവൻ്റെ ഒരു ന്യൂഡ് ഷെയ്ഡ്, ഡസ്കി ന്യൂഡ് എന്നാണ് ഈ ഷെയ്ഡിൻ്റെ പേര്. ആ ഷെയ്ഡ് എടുത്തതിന് ശേഷം ഞാനൊരു ബ്രഷ് ഉപയോഗിച്ച് ലിപ്സിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു കളർ ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ട് റെഡ് ലിപ്സ്റ്റിക്കിൽ നിന്നും ഷെയ്ഡ് എടുത്തിട്ട് ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ലിപ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലാഷസ് വെച്ച് കൊടുക്കാം. ലാഷസ് വെച്ച് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഹുദ ബ്യൂട്ടിയുടെ ഒരു ലാഷസാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് കണ്ണിൻ്റെ അളവൊന്ന് എടുക്കാം. അതിനായിട്ട് നമുക്ക് ഈ ലാഷസ് ഒന്ന് കണ്ണിൽ വെച്ച് നോക്കാം. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് 2 ലാഷസ് കട്ട് ചെയ്ത് കളയേണ്ടി വന്നിട്ടുണ്ട്. അത് ഞാൻ ഈ ഔട്ടർ കോർണറിൽ നിന്നുള്ള ലാഷസാണ് കട്ട് ചെയ്ത് മാറ്റിയത്. അതിനുശേഷം നമുക്ക് ലാഷസിൽ നന്നായിട്ട് ഗം ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കണ്ണിലൊന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ കണ്ണ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ മസ്കാര അപ്ലൈ ചെയ്തിട്ടില്ല, എങ്കിലും നമ്മുടെ ലാഷസ് ഫേക്ക് ലാഷസ് വെച്ചപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പൊട്ടും കൂടെ വെച്ചിട്ട് ഒന്ന് സുന്ദരിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഹെയർ സ്റ്റൈലിലേക്ക് കടക്കാം. ഹെയർ സ്റ്റൈലും വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. പുള്ളിക്കാരി റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈൽ തന്നെയാണ് ചെയ്യുന്നത്. അതായത് ഫ്രണ്ടിൽ നിന്ന് കുറച്ച് മുടി ഇങ്ങനെ എടുത്തതിന് ശേഷം മുകളിലേക്ക് ഉയർത്തി ഒരു പഫ് പോലെ കെട്ടിയിട്ട് അവിടെ സ്ലൈഡ് വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ സൈഡിൽ നിന്നും മുടി ഇതുപോലെ എടുത്തതിന് ശേഷം ട്വിസ്റ്റ് ചെയ്ത് ബാക്കിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഒരു സ്ലൈഡ് ഉപയോഗിച്ചിട്ട് സെക്യൂർ ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് മറു സൈഡിലും ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ സിമ്പിൾ ഹെയർ സ്റ്റൈലും റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഭാഗത്തെ മുടിയൊന്ന് നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് വിസിറ്റ് ചെയ്തതിന് ശേഷം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് ഓണാക്കി ഇടുകയും ചെയ്യണം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.